രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് വ്യക്തമായ സമയമുണ്ടെന്ന് ആളുകളെ അറിയിച്ച വ്യക്തിയാണ് തമിഴ് സൂപ്പർ താരം വിജയ്. തന്റെ സിനിമകളിലൂടെ വ്യക്തമായ രാഷ്ട്രീയം പ്രതിഫലിപ്പിച്ചിട്ടുള്ള വിജയ് മോദി സർക്കാരിന്റെ നിലപാടുകളോടുള്ള പ്രതിഷേധം അറിയിക്കാറുമുണ്ട്. വർഷങ്ങളുടെ കാത്തിരിപ്പാണ് വിജയുടെ പാർട്ടി എന്നത് ഏറെ സ്വാഗതാർഹമായ കാര്യം തന്നെയാണ്. രാജ്യം ഏറ്റവും മോശമായ സ്ഥിതിയിലേക്ക് പോകുന്നു എന്ന് കരുതിയ സമയത്താണ് വിജയ് തന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രഖ്യാപനവുമായി രംഗത്തെത്തിയത്. ഒരുപാട് കാലം താരപരിവേഷത്തിലൂടെ ആരാധകരെ സൃഷ്ടിച്ച ശേഷം തമിഴ്നാട്ടിൽ അടിത്തറ പാകിയാണ് വിജയുടെ രാഷ്ട്രീയ വിളംബരം. എതിരാളികൾ ഭയക്കുന്ന തരത്തിൽ മാസ് എൻട്രിയിലൂടെയാണ് വിജയ് തമിഴ് രാഷ്ട്രീയത്തിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്. സർക്കാർ, മേഴ്സൽ തുടങ്ങിയ സിനിമകളിലൂടെ വ്യക്തമായ രാഷ്ട്രീയം പറഞ്ഞ വിജയ് നേരിടേണ്ടി വന്ന രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളും ഇന്ത്യ കണ്ടിട്ടുള്ളതാണ്. ഒരു സാഹചര്യത്തിൽ പോലും മാപ്പ് പറയാനോ ഖേദം പ്രകടിപ്പിക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ്. പറയാനുള്ളത് പറയുമെന്ന ചങ്കുറപ്പിന്റെ രാഷ്ട്രീയം. തലൈവ എന്ന ചിത്രം തമിഴ്നാട്ടിലുണ്ടാക്കിയ രാഷ്ട്രീയ കോലാഹലങ്ങളും ജയലളിത വിജയ് പ്രശ്നവുമെല്ലാം ഒരുപാട് ചർച്ചയായിട്ടുള്ള സംഭവമാണ്. ഒരു പൊതുപരിപാടിയിലേക്ക് വിജയെ ക്ഷണിച്ച് അപമാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും തലൈവ എന്ന ടൈറ്റിൽ കാർഡ് അന്നത്തെ തമിഴ്നാട് സർക്കാരിനെ ചൊടിപ്പിച്ചതും വിജയുടെ പിതാവ് നടത്തിയ പ്രസ്താവനകളുമെല്ലാം പ്രശ്നത്തിന്റെ തുടക്കമായിരുന്നു. തലൈവയുടെ റിലീസ് സർക്കാർ തടയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് വന്ന പല സിനിമകളിലും വിജയ് തന്റെ രാഷ്ട്രീയം പറഞ്ഞു. കർഷക പ്രശ്നം പ്രമേയമാക്കിയ കത്തി, ക്ഷേത്ര നിർമ്മാണങ്ങളെ കുറിച്ച് പരാമർശമുള്ള മേഴ്സൽ തുടങ്ങിയ പല ചിത്രങ്ങളും വിവാദങ്ങളായിരുന്നു. വിജയ് ജോസഫ് വിജയ് ആണെന്നും ക്രിസ്ത്യാനിയാണെന്നുമുള്ള പരാമർശങ്ങൾ സംഘപരിവാർ ഉയർത്തിക്കാട്ടി. എന്നാൽ സിനിമയുടെ ഓഡിയോ ലോഞ്ച് വഴി വിജയ് മറുപടി നൽകി. പലരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സംസാരവും വിജയുടെ ഭാഗത്തു നിന്നുണ്ടായി. തൊട്ടു പിന്നാലെ വിജയുടെ ചെന്നൈയിലെ വീട്ടിൽ ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയും ചോദ്യം ചെയ്യുന്ന അവസ്ഥയും ഒക്കെ ഉണ്ടായി. അവസാനം പുറത്തിറങ്ങിയ ലിയോ സിനിമയുടെ വിജയാഘോഷത്തിൽ തന്റെ രാഷ്ട്രീയ പ്രവേശന സൂചനകൾ വിജയ് നൽകി. സിനിമയ്ക്ക് പുറത്ത് സൈക്കിളിൽ പോയി വോട്ട് ചെയ്യുന്ന വിജയെയും വെടിവെപ്പിൽ മരിച്ചവരുടെ വീട്ടിൽ സഹായങ്ങൾ നൽകുന്ന വിജയെയും ഒക്കെയാണ് കാണാൻ കഴിഞ്ഞത്. പിന്നീടാണ് തമിഴക വെട്രി കഴകം എന്ന പാർട്ടിക്ക് രൂപം നൽകി തമിഴ് രാഷ്ട്രീയത്തിൽ ചുവടുറപ്പിക്കുന്നത്. അതോടെ തന്റെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച വിജയ് അതിനോടകം തമിഴ്നാട്ടിൽ ആരാധക വൃന്ദങ്ങളെ സൃഷ്ടിച്ചിരുന്നു. അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന് മുതൽക്കൂട്ടായി. ജനസാഗരമായിരുന്നു TVKയുടെ രാഷ്ട്രീയ അരങ്ങേറ്റത്തിന് തമിഴ്നാട്ടിൽ സാക്ഷ്യം വഹിച്ചത്. തന്റെ രാഷ്ട്രീയത്തെ സിനിമയിലൂടെ പ്രതിഫലിപ്പിക്കാൻ ശ്രമിച്ച വിജയെ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അതിലും വലിയൊരു ശക്തിയായി അടിച്ചമർത്താൻ നോക്കിയവർക്കൊപ്പം നിൽക്കുന്ന തരത്തിലേക്ക് ശക്തനായ എതിരാളിയായി മാറുകയാണ് വിജയ് ചെയ്തത്. എമ്പുരാൻ എന്ന സിനിമയിൽ BJP സർക്കാരിന് അത്ര കണ്ട് സുഖകരമല്ലാത്ത കാര്യങ്ങൾ പരാമർശിക്കുന്നു എന്ന കാരണത്താൽ നടനും ചിത്രത്തിന്റെ സംവിധായകനുമായ പൃഥ്വിരാജിന് നേരിടേണ്ടി വരുന്ന സൈബർ അറ്റാക്കുകളും അധിക്ഷേപങ്ങളും ദിനംപ്രതി നമ്മൾ കാണുകയാണ്. വ്യക്തിപരമായും കുടുംബാംഗങ്ങൾക്ക് നേരെയും അധിക്ഷേപങ്ങൾ ഉയരുന്നത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്ന് പറയേണ്ടതില്ലല്ലോ. 19 വർഷം മുൻപ് പൃഥ്വിരാജ് എന്താണോ പറഞ്ഞത് അത് നടപ്പിൽ വരുത്തുന്നതാണ് ഇപ്പോഴത്തെ മുന്നേറ്റങ്ങളെല്ലാം. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിന്നും തഴയാനായി ഒരുപാട് പേർ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ അവർ നോക്കി നിൽക്കുകയായിരുന്നു പൃഥ്വിരാജിന്റെ വളർച്ച. മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസഡർ ആകണമെന്ന ആഗ്രഹത്തിന് ദൂരം ഇനിയും പൃഥ്വി കൽപ്പിക്കുന്നുണ്ട്. ആഗ്രഹിച്ചത് ഇനിയും പൂർത്തിയായിട്ടില്ലെന്ന് തന്നെയാണ് പൃഥ്വിരാജ് ഇപ്പോഴും പറയുന്നത്. തനിക്ക് നേരിടേണ്ടി വന്ന അപമാനവും ബുദ്ധിമുട്ടുകളും മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടെന്ന് വ്യക്തമാണ്. അഹങ്കാരി, തന്റേടി എന്നൊക്കെയുള്ള പ്രയോഗം കുറച്ചുപേർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ടെങ്കിലും തന്റെ സിനിമയിലൂടെ പറയാനുള്ളത് മുഖത്ത് നോക്കി പറയാൻ കാണിച്ച ആ ചങ്കൂറ്റം ഈ നാട്ടിലെ കുറച്ചധികം ആളുകൾ അംഗീകരിക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അവഗണിച്ചവരെ കൊണ്ട് കൈയടിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് വിജയം തന്നെയാണ്. സിനിമയിലൂടെ തനിക്ക് പറയാനുള്ളത് പറഞ്ഞ് വെറുതെ പോകുന്ന പൃഥ്വിരാജിനെ BJP സംഘപരിവാർ അനുകൂലികൾ തുടർച്ചയായി വേട്ടയാടുമ്പോൾ അതും കണ്ട് നോക്കി നിൽക്കുന്ന ഒരാളായി പൃഥ്വിരാജിനെ കാണാൻ കഴിയില്ല. ഇവിടെ വിജയ്ക്കും പൃഥ്വിരാജിനും സമാനതകൾ ഏറെയാണ്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന കാലത്ത് പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്ന തരത്തിലേക്ക് വളരുമോ എന്നത് ചോദ്യമാണ്. ഒരു കാലത്ത് സിനിമയോട് വിട പറഞ്ഞ് തന്റെ അഭിപ്രായത്തെ അധികാരത്തിലൂടെ ഇല്ലായ്മ ചെയ്യാൻ നോക്കിയവർക്കൊപ്പം അവരുടെ ഒത്ത എതിരാളിയായി രാഷ്ട്രീയത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല.